പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിന് നന്ദി പറയാം. തൻ്റെ അരികിൽ വരുന്നവരെ നിരന്തരം സന്ദർശിച്ച് അവരോട് മനസ്സലിഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ വശീകരിച്ച് അവരുടെ ഹൃദയാന്തർഭാഗത്തേക്ക് തൻ്റെ സ്വർഗീയ വചസ്സുകൾ കോറിയിടുന്ന, ഓതിത്തരുന്ന, ശ്രവണമധുരവും വളരെയേറെ ആനന്ദകരവുമായ തിരുവചനത്താൽ നമ്മെ പ്രബോധിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സാന്നിധ്യത്തിന് മുമ്പിൽ വിനയപുരസ്സരം നമുക്ക് ചേർന്ന് ഇരിക്കാം. നാം കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി കേട്ടുകൊണ്ടിരുന്ന ഒരു ചിന്തയുടെ തുടർ ചിന്തകൾ നിങ്ങളോട് പറയുകയാണ് ഇന്ന് ചെയ്യുന്നത്. നാം കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് ഒരു പോരാട്ടമുണ്ട് എന്ന മനോഹരമായ ചിന്തയാണ്. പോരാടേണ്ട മേഖലകളെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നു. ആവർത്തിക്കേണ്ടതില്ലല്ലോ. പിശാചിനോട് പോരാടണം, പക്ഷേ ഭയപ്പെടേണ്ട, അവൻ സർവശക്തനല്ല, അവന് നമ്മെ കീഴടക്കാൻ കഴിയില്ല. സ്വന്തം ജഡത്തോടും ജഡമോഹങ്ങളോടും അതിൻ്റെ ഇമ്പങ്ങളോടും പോരാടണം. 3, നാം വസിക്കുന്ന ലോകത്തോട്, ലോകമോഹങ്ങളോട്, അതിൻ്റെ ഇമ്പങ്ങളോട് പോരാടണം. 4, മരണത്തോട് പോരാടണം. മരണത്തിലേക്ക് വലിച്ചിടുന്ന പാപത്തോട് പോരാടണം. ദൈവമക്കളെ, ഇങ്ങനെ മനോഹരമായ പോരാട്ടത്തെക്കുറിച്ച്, നമ്മെ ധീരരാക്കുന്ന ആ പോരാട്ടത്തിൽ നമ്മുടെ ശത്രുക്കളെക്കുറിച്ചൊക്കെ നാം കേട്ടു. എന്നാൽ പോരാട്ടത്തിൽ ശത്രു പ്രബലനാണെങ്കിലും അല്ലെങ്കിലും ജയം വരിക്കണമെങ്കിൽ പോരാടേണ്ട വിധത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൊക്കെ ഒരു ദിവസം യൂണിഫോം ഇട്ടുകൊണ്ട് നേരെ പടക്കളത്തിലേക്ക് പോയവരല്ല. അവർ 2-3 വർഷം നീണ്ടുനിന്ന കഠിനമായ പരിശ്രമം അല്ലെങ്കിൽ പരിശീലനം കഴിഞ്ഞ് അതിൽ വിജയികളായ, നല്ല ബലവും നല്ല മനഃശക്തിയും നല്ല ആരോഗ്യവും ഒക്കെ സമ്പാദിച്ച ആളുകളാണ് പട്ടാളക്കാരായി അധികാരം പ്രാപിച്ച് രാജ്യ സംരക്ഷണത്തിന് പോയത്. എല്ലാ സേനകളിലും പരിശീലനങ്ങൾ സിദ്ധിച്ചവർ മാത്രമാണുള്ളത്. ദൈവമക്കളെ, അതുപോലെ ആത്മീയമായ പോരാട്ടത്തിലും നമുക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. പരിശീലന കാലയളവ് പൂർത്തിയാക്കിയാലും നിശ്ചിത ഇടവേളകളിൽ പരേഡും അതുപോലെ തന്നെ ഓർമ്മ പുതുക്കലും ഏത് സാഹചര്യത്തെയും നേരിടത്തക്കവണ്ണമുള്ളതായ സ്വയം ഒരുങ്ങലുമൊക്കെ സേനയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. പോരാട്ടത്തിൽ വിജയം വരിക്കാൻ എങ്ങനെ പോരാടണം എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അതിൻ്റെ ചില ഉത്തരങ്ങൾ ഇന്ന് പങ്കിടുകയാണ്. ഒന്നാമത്, യേശു ക്രിസ്തു സേനാനായകനായി ജയാളിയായ സേനാനായകൻ്റെ കൊടിക്കീഴിൽ നിന്ന് പോരാടണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, യേശു ക്രിസ്തു നമ്മുടെ രക്ഷാനായകനാണ് എന്ന്. ഈ പറഞ്ഞ സമസ്ത മേഖലകളിലുള്ള പോരാട്ടങ്ങളിലും നാം വിജയം വരിക്കേണ്ടതിന് പട നയിച്ച് നമ്മുടെ മുൻപിൽ നിന്ന് പോരാടുന്നത് യേശു ക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന സേനാനായകൻ്റെ പിന്നിൽ, അവൻ്റെ കൊടിക്കീഴിൽ, അവൻ്റെ ആജ്ഞാനുവർത്തിയായി, അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ തരുന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് യുദ്ധം ചെയ്താൽ ജയിക്കാം. ഇന്നൊരുപാട് പേർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഈ നിൽപ്പില്ലാത്തതാണ്. സേനാനായകനായി യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. ആ സേനാനായകൻ്റെ കൊടിക്കീഴിൽ അണിനിരന്നില്ല. സ്വന്തം ബുദ്ധിയിലോ സ്വന്തം കഴിവിലോ സ്വന്തം അറിവിലോ സ്വന്തം കായിക ബലത്തിലോ ഒക്കെയാണ് ഇന്ന് ഒരുപാട് പേർ ആശ്രയം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടും. ദൈവമക്കളെ, പരാജയപ്പെടാതിരിക്കണമെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരുമ്പെടുന്ന ആത്മീക മക്കൾ തിരിച്ചറിയുക, യേശുക്രിസ്തുവാകുന്ന സേനാനായകൻ്റെ പിന്നിൽ, അവൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി, സേനാനായകനായി അംഗീകരിക്കണം.
അവൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള തീരുമാനവും അതിനുള്ള അച്ചടക്കവും ഉണ്ടാകണം. ഏത് സേനയും സേനാനായകൻ്റെ വാക്കുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. സേനാനായകൻ്റെ കൽപ്പനയെ എതിർത്ത് ഒരു പടയാളിക്കും അവൻ്റെ കീഴിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അച്ചടക്കമില്ലാത്ത ഒരു പടയാളി പടയിൽ നിന്ന് പുറത്താകും. അച്ചടക്കമുള്ള ഒരു പടയാളിയായിരുന്നാൽ മാത്രമേ സേനാനായകനായ കർത്താവിൻ്റെ കൊടിക്കീഴിൽ യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഈ അച്ചടക്കമില്ലായ്മയാണ് നാം കർത്താവ് എന്ന സേനാനായകനിൽ നിന്ന് അന്യരായി പോകാൻ കാരണം. നാം തികച്ചും അച്ചടക്കമുള്ളവരായി നമ്മുടെ പല ആഗ്രഹങ്ങളും വ്യക്തി താൽപ്പര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പടനായകൻ കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശിരസാ വഹിച്ച് അനുസരിച്ച് ഈ പടനായകൻ്റെ പിന്നിൽ അണിനിരന്നു വേണം ഈ യുദ്ധത്തിൽ ജയിക്കാൻ. പടനായകൻ യേശുക്രിസ്തു അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് അവൻ്റെ കൊടിക്കീഴിൽ അല്ലെങ്കിൽ നിശ്ചയം നാം പരാജയപ്പെടും. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, യേശുക്രിസ്തുവാകുന്ന സേനാനായകൻ്റെ പിന്നിൽ അവൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന് ഞാൻ ഈ ലോക ജീവിതത്തിൽ ആത്മീക പോരാട്ടം നടത്തി ജയിക്കുമെന്ന്. പോരാടേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് രണ്ടാമത് ഉത്തരം വേദപുസ്തകം പറഞ്ഞാൽ വിശുദ്ധനായ പൗലോസ് ശ്ലീഹ പ്രിയ ശിഷ്യനായ തീമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18-19 തിരുവചനങ്ങളിൽ പോരാടേണ്ടത് എങ്ങനെയെന്ന് 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. 1 വിശ്വാസത്തോടെ പോരാടണം, 2 നല്ല മനസാക്ഷിയോടെ പോരാടണം. ആ വേദഭാഗത്തത് വരച്ചു വച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ പോരാടണം. തോൽക്കുമെന്ന ചിന്തയോടെയല്ല, ജയിക്കുമെന്ന ബോധ്യത്തോടെ പോരാടണം. സേനാനായകൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുമെന്ന ചിന്തയിലല്ല, സേനാനായകൻ അന്ത്യം വരെ യുദ്ധം നയിക്കുമെന്ന ബോധ്യത്തോടെ. സേനാനായകനായ കർത്താവിൽ അടിയുറച്ച വിശ്വാസം ആർജിക്കാതെ ഈ പോരാട്ടത്തിൽ ജയം നേടുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവമക്കളെ തിരിച്ചറിയുക, പോരാടേണ്ട വിധം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടെ പോരാടണം. ഇന്ന് ഒരുപാട് ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം പോരാട്ടത്തിനിടയിൽ അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ ചഞ്ചലപ്പെടുകയോ അസ്വസ്ഥതപ്പെടുകയോ സംശയാലുക്കളാകുകയോ പിന്മാറ്റമുണ്ടാവുകയോ അതിനാൽ അവർ പോരാട്ടം വിട്ടു പോവുകയോ ചെയ്യുകയാണ്. സേനാനായകനായ കർത്താവിനെ വിശ്വസിക്കുക. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, തൻ്റെ പടയാളികളെ തള്ളിക്കളയുന്നവനല്ല, തൻ്റെ പടയാളികളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് സ്വന്തം രക്ഷ നോക്കുന്നവനല്ല. മറിച്ച് ഏതൊരു പടയാളിയെയും സംരക്ഷിക്കേണ്ടതിന് പടയാളിക്ക് മുൻപിൽ കയറി കവചം പോലെ നിന്ന് പടയാളിക്ക് വേണ്ടി സംരക്ഷണം നൽകുന്നവനാണ്. പടയാളിയുടെ നേരെ വരേണ്ട വെട്ട് സ്വയം ഏറ്റെടുക്കുന്നവനാണ്. പടയാളി ഏൽക്കേണ്ട മുറിവ് സ്വയം ഏൽക്കുന്നവനാണ്. പടയാളിക്ക് പകരം വേണ്ടി വന്നാൽ മരിക്കാൻ മനസ്സുള്ളവനാണ്. എങ്ങനെ വന്നാലും തൻ്റെ പിന്നിൽ വിശ്വാസത്തോടെ അണിനിരുന്ന ഒരു പടയാളിയെയും ശത്രുവിന് എറിഞ്ഞു കൊടുക്കാതെ അവരുടെ മുമ്പിൽ ഒരു കവചമായി നിന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ഇതാണ് പ്രിയരെ നാം കാൽവരി ക്രൂസിൽ കണ്ടത്. അവൻ്റെ പിന്നിൽ അണിനിരക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന പടജനത്തിന് സംരക്ഷകനാകുവാൻ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പോരാടി അവരെ പ്രതി സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് അവരെ രക്ഷിച്ചവനായ പടനായകൻ. അവനെ വിശ്വസിക്കണം, ഉറച്ച് വിശ്വസിക്കണം. അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ യുദ്ധത്തിൽ നാം ജയിക്കില്ല. അവനുള്ള വിശ്വാസം കുറഞ്ഞു പോയാൽ, അവനെ സംശയിച്ചാൽ നമുക്ക് പിന്നെ ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ കഴിയില്ല. പോരാട്ട വിജയത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതിയാണ് പടനായകനായ കർത്താവിനെ വിശ്വസിക്കുക എന്നുള്ളത്. ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ആളെ അംഗീകരിക്കാൻ കഴിയാതെ വരികയാണ്. ആ ആൾ പറയുന്ന ഒരു വാക്കിനും വില കൽപ്പിക്കാതെ വരികയാണ്. അതോടുകൂടി ആ ആളോടുള്ള സ്നേഹം നഷ്ടപ്പെടുകയാണ്. ആ ആളെ പിരിയാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കറിയാം, എവിടെയും ഒരാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ
പിന്നെ ആ ആളെ പിന്തുടരുകയില്ല ആരും. ഒരു ലീഡറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അനുയായികൾ പിന്നെ അയാളെ പിന്തുടരില്ല. ഒരു നേതാവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അയാളുടെ അനുയായികൾ പിന്നെ ആ നേതാവിനെ ഉപേക്ഷിക്കും. മറ്റൊരു നേതാവിനെ തേടുകയോ സ്വയം നേതാവാകാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് പിന്നെ വേറെ യാതൊന്നും നിലനിൽക്കുന്നില്ല. സ്നേഹം നഷ്ടപ്പെടും, കരുതൽ നഷ്ടപ്പെടും, അനുസരണം നഷ്ടപ്പെടും, വിശ്വസ്തത നഷ്ടപ്പെടും. പിന്നെ നേതാവിനെ ചോദ്യം ചെയ്യാനുള്ള വീറും വാശിയുമൊക്കെയായി മാറും. ആത്മീക പോരാട്ടത്തിൽ പരാജയപ്പെടാതെ ജയാളികളാകുവാൻ വിശ്വാസത്തോടെ പോരാടണം. ഒരിക്കലും ചോർന്നു പോകാത്ത വിശ്വാസത്തോടെ, നേതാവിലുള്ള തികഞ്ഞ വിശ്വാസത്തോടെ, അടിയുറച്ച വിശ്വാസത്തോടെ, തീക്ഷ്ണമായ വിശ്വാസത്തോടെ പോരാടണം. ആ വാക്യത്തിൽ തന്നെ പറഞ്ഞു വെച്ച മറ്റൊരു ചിന്തയാണ് നല്ല മനസാക്ഷിയോടെ പോരാടണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് പലരും യുദ്ധമുന്നണിയിൽ പോരാടുന്നത് കടമ കഴിക്കാൻ വേണ്ടിയോ വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് എങ്കിൽ ആ പോരാട്ടം പരാജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. ആത്മാർത്ഥതയോടെ പോരാടണം, തനിക്കു വേണ്ടി എന്ന ബോധത്തോടെ പോരാടണം, തികഞ്ഞ തീരുമാനത്തോടെ പോരാടണം. അതാണ് നല്ല മനസാക്ഷിയോടെ പോരാടണമെന്ന് പറഞ്ഞത്. ഇന്ന് ഒരുപാട് പേർ മനസ്സില്ലാ മനസ്സോടെ പോരാടുന്നു, ആർക്കൊക്കെയോ വേണ്ടി എന്ന ഭാവത്തോടെ പോരാടുന്നു, വിശ്വസ്തതയില്ലാതെ പോരാടുന്നു, ഇടവേളകളിട്ട് പോരാടുന്നു, പോരാട്ടത്തിനിടയിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു. നല്ല മനസാക്ഷിയുള്ളവരായി, വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവരായി നിന്ന് പോരാടണം. ഈ നല്ല മനസാക്ഷി ചോർന്നു പോയതാണ്, ആത്മാർത്ഥത ചോർന്നു പോയതാണ്, എനിക്ക് വേണ്ടിയാണെന്ന ബോധം ചോർന്നു പോയതാണ്, എൻ്റെ രാജാവിന് വേണ്ടിയാണെന്ന ബോധം ചോർന്നു പോയതാണ് ഇന്ന് അനേകർ യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം. അതുകൊണ്ട് നല്ല മനസാക്ഷിയോടെ പോരാടണം. കഴിഞ്ഞ നാളിൽ മനസ്സില്ലാ മനസ്സോടെ ആത്മീക ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ച പലരും പരാജയപ്പെട്ടു. തികഞ്ഞ തീരുമാനമില്ലാതെ പോരാട്ടത്തിനിറങ്ങിയ ഒത്തിരി പേർ പരാജയപ്പെട്ടു. നിർബന്ധ ബുദ്ധിയാൽ പോരാട്ടത്തിനിറങ്ങിയ ഒത്തിരി പേർ പരാജയപ്പെട്ടു. മറ്റുള്ളവരുടെ പ്രേരണ എന്നാണ് ഉദ്ദേശിച്ചത്. നിവർത്തികേട് കൊണ്ട് പോരാട്ടത്തിനിറങ്ങിയ പലരും പരാജയപ്പെട്ടു. തീരുമാനത്തോടെ പോരാട്ടത്തിനിറങ്ങിയ ഒരാളും ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല. നല്ല മനസാക്ഷിയോടും തികഞ്ഞ തീരുമാനത്തോടും കൂടെ യേശുക്രിസ്തുവാകുന്ന സേനാനായകൻ്റെ പിന്നിൽ അവൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന് പോരാടിയാൽ പിന്നെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. പരാജയമെന്നൊരു ചിന്ത പിന്നെ മുന്നിലില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, പോരാടേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 4 മുതൽ 10 വരെ തിരുവചനങ്ങളിൽ നിങ്ങൾ വായിക്കണം. വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും നിങ്ങൾ ചേർത്ത് വായിക്കണം. അവിടെ പറയുന്നുണ്ട്, ഉണർന്നും സുബോധം പൂണ്ടും നിങ്ങൾ പോരാടണമെന്ന്. പടയാളി ഉറങ്ങരുതെന്ന്, മനസ്സ് മയങ്ങിപ്പോകരുതെന്ന്. ഉറക്കമെന്നൊക്കെ പറയുമ്പോൾ ദൈവമക്കളെ, ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒരു വേർപെട്ടിരിപ്പാണത്. നമുക്ക് വിശ്രമം കിട്ടാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഉറക്കത്തെക്കുറിച്ചല്ല, ഡ്യൂട്ടി സമയത്തുള്ള ഉറക്കത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഉദാസീനത, സീരിയസ്നെസ് ഇല്ലായ്മ, കർത്തവ്യം മറക്കൽ, കടമ വിസ്മരിക്കൽ, ഇതാണ് ഡ്യൂട്ടി ടൈമിലുള്ള ഉറക്കത്തിൻ്റെ കാരണം. ഉത്തരവാദിത്വബോധമുള്ള ഒരാളും തൻ്റെ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുകയില്ല. ഇവിടെ ഉദ്ദേശിച്ച ഉറക്കം ജഡത്തിൻ്റെ ഉറക്കമല്ല, ആത്മാവിൻ്റെ ഉറക്കമാണ്, മനസ്സിൻ്റെ ഉറക്കമാണ്. ആ ഉറക്കമില്ലാതിരിക്കണമെങ്കിൽ മുഴുസമയം ഉള്ളുണർന്ന് ജാഗ്രതപ്പെട്ടിരിക്കണം.
ഉള്ളുണർന്ന് ജാഗ്രതപ്പെട്ടിരിക്കണം. അതാണ് ഉണർച്ച. ദൈവമക്കളെ, ഇതൊരു തിരിച്ചറിവാകണം. കേരള ചരിത്രത്തിൽ വീരസേനാ നായകന്മാരെക്കുറിച്ചും വീരരായ രാജാക്കന്മാരെക്കുറിച്ചുമൊക്കെ ചരിത്രത്തിലും ഐതിഹ്യത്തിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. തൻ്റെ മകനെ വളരെ പ്രശസ്തനായ ഗുരുനാഥൻ്റെ കീഴിൽ യുദ്ധമുറകൾ അഭ്യസിക്കാനായിട്ട് രാജാവ് ഏൽപ്പിച്ചു. തൻ്റെ മകൻ എല്ലാ അഭ്യാസമുറകളും പഠിച്ചു കഴിഞ്ഞു എന്ന് ഗുരുനാഥനിൽ നിന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ മകൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ ഒരു ഒളിവിടത്തിൽ മറഞ്ഞു നിന്ന് അവൻ്റെ കഴുത്തിന് നേരെ തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി ശക്തമായി വീശി. മെയ്യ് കണ്ണാകണം എന്നൊരു ചിന്തയുണ്ട് കളരിമുറയിൽ. ശത്രു ഏത് ദിക്കിൽ നിന്ന് ഏത് നിമിഷത്തിൽ എത്ര അപ്രതീക്ഷിതമായി ആക്രമിച്ചാലും വെട്ടിയൊഴിഞ്ഞു പോകാനുള്ള അസാമാന്യമായ കഴിവാണ് മെയ്യ് കണ്ണാകുന്നതിലൂടെ സംഭവിക്കുന്നത്. ശരീരം മുഴുവനും കണ്ണുകളുള്ള ഒരാളെപ്പോലെ കണ്ണിലേക്ക് ഏത് അറ്റാക്ക് വന്നാലും പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് വെട്ടിയൊഴിയില്ലേ, അതുപോലെ രാജാവ് വാൾ കൊണ്ട് ശക്തമായി വീശി. പക്ഷേ സെക്കൻഡുകളുടെ വളരെ ചെറിയ ഒരംശത്തിൽ മകൻ അപ്പൻ്റെ വാളിൽ നിന്ന് വഴുതി മാറിക്കളഞ്ഞു. വാൾ താഴെ വെച്ചിട്ട് തൻ്റെ മകനെ ചേർത്ത് പിടിച്ചു അപ്പൻ. മകൻ ചോദിച്ചു, അപ്പൻ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? വാളിൻ്റെ അറ്റത്ത് പുരട്ടിയിരുന്ന കറുത്ത മഷി തൻ്റെ മകൻ്റെ കഴുത്തിൽ പുരണ്ടത് രാജാവ് വിരൽ കൊണ്ട് സ്പർശിച്ച് തൻ്റെ മകനെ കാണിച്ചു. പക്ഷേ അവൻ്റെ കഴുത്തിൽ മുറിവേറ്റിരുന്നില്ല. അവൻ ജാഗ്രതയുള്ളവനായിരുന്നു. ഉറങ്ങുന്ന സമയത്തെ ജാഗ്രതയെക്കുറിച്ചല്ല ഇവിടെ ഉറക്കമെന്ന് പറഞ്ഞത്. ഡ്യൂട്ടി സമയത്തുള്ള അലസതയെക്കുറിച്ചാണ് ഇവിടെ ഉറക്കമെന്ന് പറഞ്ഞത്. മുഴുസമയം നാം ഡ്യൂട്ടിയിലാണെന്ന ബോധം നമുക്കുണ്ടാകണം. മുഴുസമയം നമ്മുടെ ഉള്ളുണർന്നിരിക്കണം. കാരണം ശത്രു ഏത് മേഖലയിൽ, ഏത് വഴി, ഏത് പ്രലോഭനങ്ങളിലൂടെ, ആരിലൂടെ നമുക്കറിയില്ല. പേടിക്കൊന്നും വേണ്ട, ജാഗ്രതയോടെ ഇരുന്നാൽ മതി. എത്ര പ്രാവശ്യം അപകടം പറ്റിയിട്ടും ഉണർച്ചയും ജാഗ്രതയും സൂക്ഷിക്കാതെ പോയവരാണ് നിത്യമായി തകർന്നു പോയിട്ടുള്ളവർ. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ നമുക്കറിയാം. ദലീല എന്ന മോശപ്പെട്ട സ്ത്രീയുടെ ലാവണ്യവും സൗന്ദര്യവും കണ്ട് വേശ്യയായ ആ പെണ്ണിൻ്റെ മടിയിൽ അവൾ ഊറ്റിക്കൊടുത്ത മദ്യം കുടിച്ച് കിടന്നുറങ്ങിയ സാംസൺ. അവൾ തന്നെ ചതിക്കുമെന്ന് ഒരിക്കൽ അവന് മനസ്സിലായി. കെട്ടുപൊട്ടിച്ച് രക്ഷപ്പെടുമ്പോൾ ആ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ട് പോകേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ അവളെ കൊന്നിട്ട് പോകേണ്ടതായിരുന്നു. ചെയ്തില്ല. ഒരു മഠയനെ പോലെ അന്ന് വൈകിട്ട് വീണ്ടും അവളുടെ മടിയിലെത്തി. അന്നും അവൾ ചതിച്ചു. അന്നും അതിന് തീർപ്പ് കൽപ്പിക്കാൻ അവന് സാധിച്ചില്ല. മൂന്നാം വട്ടവും അവളുടെ മടിയിലേക്ക് ചെന്നു. അന്നും അവൾ അവനെ ചതിച്ചു. പക്ഷേ അന്നും അതിന് തീരുമാനമുണ്ടാക്കാൻ അവന് കഴിഞ്ഞില്ല. നാലാം വട്ടവും അവളുടെ മടിയിലേക്ക്, അവൾ ഊറ്റിക്കൊടുത്ത വീഞ്ഞു പാത്രത്തിലേക്ക്, മദ്യചഷകത്തിലേക്ക് അവൻ വീണ്ടും ചെന്ന ആ ഉറക്കമാണ് അവൻ്റെ ജീവിതം അത്യന്തം ദാരുണമാക്കിയതും മരണത്തിലെത്തിച്ചതും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പാപസാഹചര്യത്തോട്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട് ജാഗ്രതപ്പെടാതെ അതിൽ മയങ്ങി ഉറങ്ങിയതാണ് സാംസണെ പരാജയപ്പെടുത്തിയത്. ഇതുതന്നെയായിരുന്നു കിങ് സോളമൻ്റെ പരാജയവും. ഇതുതന്നെയായിരുന്നു ആഹാബ് മഹാരാജാവിൻ്റെ പരാജയവും. പലർക്കും പല മേഖലകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓർക്കുക, ഉണർന്നും സുബോധം പൂണ്ടുമിരിക്കണം. മയങ്ങിയിരിക്കരുത്, മോഹങ്ങളിൽപ്പെട്ടു പോകരുത്, ജാഗ്രത നഷ്ടപ്പെടരുത്. ഫുൾ ടൈം ജാഗ്രതയോടെ ഇരിക്കുക. അതാണ് പോരാട്ടത്തിൽ ജയിക്കാനുള്ള മാർഗം.
ഈ ജാഗ്രത നഷ്ടപ്പെട്ടവരൊക്കെ തോറ്റവരാണ്. ജാഗ്രത നഷ്ടപ്പെടലാണ് പരാജയപ്പെടൽ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ പോരാട്ടം എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു ഉത്തരമാണ് പറഞ്ഞത്. ഉണർന്നും സുബോധം പൂണ്ടും ഇരിപ്പീൻ. അല്പനേരത്തേക്കല്ല, വല്ലപ്പോഴുമൊക്കെയല്ല, മുഴുവൻ സമയം ഉണർന്നും ജാഗ്രതപ്പെട്ടും ഇരിപ്പീൻ. പോരാടേണ്ട വിധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചിന്ത ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 10 വരെ തിരുവചനങ്ങൾ നിങ്ങൾ തുടർന്ന് വായിക്കണം. അവിടെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനോട് പറയുന്നു, സഹിച്ചുകൊണ്ട് പോരാടണം, കഷ്ടം സഹിച്ചുകൊണ്ട് പോരാടണം. എന്നുവെച്ചാൽ യുദ്ധമുന്നണിയിൽ മുറിവേൽക്കും, അപമാനമേൽക്കും, ആയുധം നഷ്ടപ്പെടും, ചിലപ്പോൾ ചില അവയവങ്ങൾ തന്നെ നഷ്ടപ്പെടും, ചിലപ്പോൾ ഒരുപാട് പരിക്ക് പറ്റും, അത്യന്തം വേദന തിന്നേണ്ട സാഹചര്യം വരും. അവിടെയൊക്കെ സഹിച്ചുകൊണ്ട് പോരാടാനുള്ള മനസ്സുണ്ടാകണം. ആധുനിക ലോകത്തെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് സഹനമെന്ന വാക്കുപോലും അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇന്നെല്ലാവരും പ്രാർത്ഥിക്കുന്നത് സഹനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കഷ്ടത വരല്ലേ, രോഗം വരല്ലേ, പ്രയാസം വരല്ലേ, ബുദ്ധിമുട്ടുകളൊന്നും വരല്ലേ, ഒന്നും വരുത്തല്ലേ എന്ന് നിരന്തരം ദൈവത്തോട് പറയുകയും സുഖം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, സമാധാനം കിട്ടാൻ, എപ്പോഴും ആനന്ദത്തോടെ ഇരിപ്പാൻ, ആർഭാടത്തോടെ ഇരിപ്പാൻ, ആമോദത്തോടെ ഇരിപ്പാൻ ദൈവത്തോട് നിരന്തരം സഹായം ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അറിയുന്നില്ല വിശ്വാസ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ പരിക്കുകളുണ്ടെന്ന്, മുറിവുകളുണ്ടെന്ന്, വേദനകളുണ്ടെന്ന്, സഹനങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. യുദ്ധമുന്നണിയിലാണെങ്കിൽ ഉറപ്പായിട്ടും പരിക്ക് പറ്റും. പരിക്കേൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഒരു പടയാളിയും പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളയാളല്ല. പരിക്കേൽക്കാനും മടിയില്ല, മരിക്കാനും മടിയില്ല. അന്ത്യനിമിഷം വരെ ഞാൻ പോരാടുമെന്ന ചങ്കുറപ്പും തീരുമാനവുമുള്ള ഒരു പോരാളിയാണ് പരാജയപ്പെടാതെ ജയിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, സഹനത്തിൻ്റെ പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോഴും മടുത്തു പോകാത്ത മനസ്സുമായി സഹിച്ചുകൊണ്ട് പോരാടാനുള്ള തീവ്രമായ തീരുമാനമാണ് ഒരു പോരാളിക്കുണ്ടാകേണ്ടത്. സഹനത്തിൽ പിന്മാറുന്നവരല്ല, സഹനത്തിൽ മനസ്സുമടുത്തു പോകുന്നവരല്ല, സഹനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നവരല്ല, സഹനത്തിൽ ഇനിയില്ല എന്ന് തീരുമാനിക്കുന്നവരല്ല യുദ്ധം ജയിക്കുക. കൂടുതൽ വീര്യത്തോടെ പോരാടുന്നവരാണ് വിജയികളാവുക. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ ശാരീരികമായ കഷ്ടങ്ങൾ വന്നാലും മാനസികമായ കഷ്ടങ്ങൾ വന്നാലും ഉറ്റവരും ഉടയവരും കൈവിട്ടാലും പ്രിയം വച്ചവർ പിരിഞ്ഞു പോയാലും സ്നേഹം പ്രതീക്ഷിച്ചെടുത്ത് അപമാനവും തിരസ്കരണവും ലഭിച്ചാലും ഉറ്റവരും ഉടയവരുമൊക്കെ ശത്രുക്കളായി മാറി കുറ്റപ്പെടുത്തിയാലും കൂടെ സഞ്ചരിച്ച പലരും കൈവിട്ടു പോവുകയോ നഷ്ടപ്പെടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്താലും മനസ്സൊട്ടും മടുത്തു പോകാതെ ഈ സഹന പരമ്പരകളുടെ മധ്യത്തിൽ, രോഗപരമ്പരകളുടെ മധ്യത്തിൽ തികഞ്ഞ തീരുമാനത്തോടെ പോരാടുക ജയം സുനിശ്ചിതമാണ്. യേശുക്രിസ്തുവാകുന്ന സേനാനായകൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കണം, വിശ്വാസത്തോടെ പോരാടണം, നല്ല മനസാക്ഷിയോടെ തീരുമാനത്തോടെ പോരാടണം, ഉണർന്നും സുബോധം പൂണ്ടും പോരാടണം, കഷ്ടം സഹിച്ചുകൊണ്ട് പോരാടണമെന്ന് കേട്ടല്ലോ. പോരാടേണ്ട വിധങ്ങൾ ഇനിയും പറഞ്ഞു വയ്ക്കാനുണ്ട്. ഇന്നത്തെ സമയം തീരുകയാണ്. നമുക്കടുത്ത പ്രാവശ്യം ഇതിൻ്റെ തുടർച്ച കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് സ്തോത്രം. ആത്മീക പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ പോരാടേണ്ട വിധങ്ങൾ എങ്ങനെയെന്ന്
അക്കമിട്ട് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ കേട്ട സന്ദേശത്തിനനുസരിച്ച് തികഞ്ഞ തീരുമാനത്തോടും തീക്ഷ്ണമായ തീവ്രതയോടും കൂടെ പരാജയബോധം ലെവലേശമില്ലാതെ കർത്താവിൻ്റെ കൊടിക്കീഴിൽ വിശ്വാസത്തോടെ നല്ല സുബോധവും നല്ല മനസ്സാക്ഷിയുമുള്ളവരായി ഉണർന്നും ജാഗ്രതപ്പെട്ടും കഷ്ടത സഹിച്ചുകൊണ്ട് പോരാടി ജയിപ്പാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ജയാളിയായ രാജാവേ, ഞങ്ങൾ ജയിക്കും നിശ്ചയം. പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.